ഹലോ സാറേ പറ സാറേ എനിക്ക് വണ്ടിയിൽ ഇറങ്ങാൻ പറ്റില്ലേ, മഴയുണ്ട്, പനിയാണ്. സാർ എന്തിനാണ് അവിടെ പീടി വണ്ടി മോഷ്ടിക്കാ സാർ? ഞാൻ ഡോറിൽ പിടിച്ചു നോക്കിയല്ലേ സാറേ, ഉറപ്പുണ്ടാ നോക്കിയ സാറേ. നമ്മളിങ്ങനെ വഴി കാണുമ്പോഴത്തേക്കും ഒരു ഇത് വന്നിട്ട് വണ്ടിയൊക്കെ തൊട്ട് നോക്കില്ല, അതുകൊണ്ട് തൊട്ട് നോക്കിയതാ. അതെ സാറേ, ഞാൻ പീഡിയിലോട്ടൊരു ആപ്ലിക്കേഷൻ ഇട്ടായിരുന്നു. കിട്ടൂല സാറേ, കിട്ടൂല സാറേ. കിട്ടൂല? എന്ത് പറ്റി? സാറിന്റെ പേരിൽ കുറെ കേസുണ്ട്. ഐജീനെ കൊന്നു, അതുപോലെ പീഡിനെ ഫയർ ചെയ്തെല്ലാം ഉണ്ട്, കുറെ കേസുണ്ട്. അതുകൊണ്ട് സാറിന് ഗവൺമെന്റ് ജോലിയിലൊന്നും കേരളം എന്തായാലും നടക്കൂല സാറേ. ഞാൻ തെളിയിക്കും. അല്ലെ നിരാഹാരം ഇരിക്കും, നിരാഹാരം. കണ്ണാപ്പി കലിപ്പ് ഡീലർഷിപ്പ് ഇവിടെ. ഡീലർഷിപ്പ് പൂട്ടിക്കാനായിട്ട് വന്നേ. നിന്റെ പട്ടി ഭാഷ മനസ്സിലാവുന്നില്ല. നീ ഇങ്ങനെ കുറയ്ക്കല്ലേ, നീ ഇങ്ങനെ കുറയ്ക്കാതെ. പട്ടി ഭാഷ പറയുന്നത് മനസ്സിലാവുന്നില്ല നമുക്ക് ആർക്കും. നീ വല്ല പെറ്റ് ഷോപ്പിൽ പോയി പോ. നീ വല്ല പെറ്റ് ഷോപ്പിൽ പോയി കൂട്ടിനകത്ത് ഞാൻ ഒറ്റയ്ക്കാണ് സംസാരിക്കുന്നത്. പട്ടി സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവൻ ഇവിടെ അവിടെ നിന്നപ്പോഴത്തേക്കും ഇവിടെ വന്നിട്ട് കോള തെണ്ടിന്നെന്തോ വിളിച്ച് പിടിച്ചില്ല. അവളിനി ഇവിടെ ഒരു കച്ചവടം നടത്തുന്ന എനിക്കൊന്ന് കാണണല്ലോ. കച്ചവടം ഇല്ലില്ല, ഊക്കി പറഞ്ഞിട്ടുണ്ട്. പാവാടത്തുമ്പോ പാട്ട് പാട്ടി ഒരുത്തെ ഊക്കി വിട്ടിട്ടുണ്ട്. എനിക്കറിയാതെ ഞാൻ ഇവിടെ വന്നപ്പോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഓർത്തിനെ കത്തി കറന്നിട്ട് ഇതിനകത്തായിട്ട്. വാ ഇങ്ങോട്ട് വാ, ഇവിടെ അടിച്ചങ്ങ് ബുദ്ധി കേട്ടാ. ചുമ്മാ ചന്ദ്രു, ഞാൻ ഒരു പ്രശ്നമല്ല. ഞാൻ വന്നിട്ട് ചുമ്മാ വന്നപ്പോ എന്നെ തെണ്ടി വിളിക്കണം. അത് കേൾക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പെണ്ണാണേലും എന്താണേലും പട്ടി തന്നെ അവളെ വിളിട്ട് വിളിക്കും. ഓ പാവല്ലേ, അങ്ങനെ പെണ്ണ് കാണും, അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. കണ്ടപ്പോ പാവം തോന്നണ്ടാ വിടറാ. ഇല്ല, ഒരു പാവല്ല. എല്ലാരും തെരഞ്ഞു നോക്കാം. അവളിപ്പോ കുറച്ച് ചാടി വരുന്ന കാണാം. ഈ പട്ടിയൊക്കെ ഒരു ഡീലർഷിപ്പ് നടത്തുന്ന പറഞ്ഞാൽ ഇവിടെ ബാക്കി മനുഷ്യന്മാരെ നടത്തുന്നുണ്ടായിരുന്നു. ഇത് പട്ടിക്ക് ഓടിക്കാൻ കണക്കായിട്ടുള്ള വണ്ടിയാണോ എന്തോ ഇവിടെ കൊടുക്കുന്നത്, ആർക്കറിയാം. ചന്ദ്ര കത്തി തരാൻ ഞാൻ ഇപ്പം പൂളിട്ടിക്ക് ഇറങ്ങി വരാം. സർബത്തെ പോയിട്ട് വരാം. എന്റെ ചന്ദ്ര, ഇത് മഴയല്ല, നമ്മള് കരയുന്ന. ഞാൻ വെറുതെ നിന്ന് എന്നെ വന്നിട്ട് എനിക്കങ്ങ പൊട്ടി ചന്ദ്രു. ചന്ദ്രു, ഞാൻ ഇവളുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടേ ഡ്രസ് ഷോപ്പിന്റെ മുമ്പിൽ, അല്ലെ മുടി വെട്ടാറുടെ ഫ്രണ്ടില്. ഞാൻ അപ്പൊ നേരെ വന്ന് ഇടിച്ചിട്ട് എന്റെ വണ്ടിയുടെ ഫ്രണ്ട് പൊങ്ങി, എന്റെ വണ്ടി അവിടെ തന്നെ നിന്ന്. തെണ്ടിയാടാ മറ്റേ എന്റെ വണ്ടി കൊണ്ടിടിച്ചത്. എനിക്ക് അപ്പം തൊട്ട് പൊട്ടി നിൽക്കുക. അവളെ തൂക്കണമെങ്കിൽ ഈസി ആയിട്ട് തൂക്കാം. ഒരു വണ്ടി അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി. വണ്ടി വാങ്ങിച്ചാൽ തൂക്കാൻ പറ്റും? അല്ല, എവള് വാങ്ങിക്കേണ്ടി ഇറങ്ങും അതിന്റെ അവിടെ നിന്ന് പോയി ഒരു 12,000 രൂപ ഒരു സൈക്കിൾ വാങ്ങും. ബാക്കി അവിടെ അടിയായെന്ന് തോന്നിട്ടോ, അവിടെ കോളം കൊടുത്ത് അടിയായെന്ന് തോന്നുന്നുണ്ടോ? പോന്ന വഴി ഞാൻ മറ്റേ അവളല്ലേ സ്റ്റാഫാണ്, അവരെ സ്റ്റാഫാണ്. Rest in peace.
He's a freaking badass. വണ്ടി അറിയാന്തരോ ഇല്ലടാ, ഇല്ല, ഇല്ല, ഇല്ല. വണ്ടി കേറണോ ഞാൻ വണ്ടി കേറണോ? മച്ചാനെ ഈ വണ്ടി എടുത്ത് കിട്ടോ, കുട്ടി കുറച്ച് കഴിയുമ്പത്തേക്ക് മച്ചാ വണ്ടി എടുത്ത് കിട്ടോ. നിനക്ക് എന്തൊക്കെ അറിയണം? നോട്ടീസ് അടിക്കാം, നോട്ടീസ് അയക്കാം, ഇത് കഴിഞ്ഞിട്ട് ഇമെയിൽ അയക്കാം നിനക്ക്. വട വണ്ടി എടുത്തോണ്ട് ഫോൺ റെഡി ഒക്കെ ഓ അന്ന് പറഞ്ഞ കേക്കാത്ത വെച്ചാണേ, കാന്താരിയാണേ, കേക്കത്തില്ല അതൊന്നും. ഫുഡ് കഴി അങ്ങോട്ട്. ഫുഡാ കഴിക്കാൻ സമ്മതിക്കും. ഇത് വെള്ളം തന്നാ കഴിക്കും, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ട് കഴിക്കും. ആണാ? അല്ല അവളുടെ ഫുഡ് വെള്ളം ഞാൻ എടുത്ത് തുള്ളി ഞാൻ കൊടുക്കില്ലല്ലോ. ഞാൻ കഴിക്കും, പിന്നെ ഞാൻ കഴിക്കും. ഇല്ല നമ്മള് അങ്ങനെ ഫുഡ് കഴിക്കാൻ ചാവണ്ടാ, ഫുഡ് കഴിക്കാൻ ചാവണ്ട. അങ്ങനെ ഐഡിയ പറ. വെള്ളം തരാം. ഓ റൈഗൻ റോക്കി കിഡ്നാപ്പേഴ്സ് പ്ലീസ് കോൾ 555. ആ ചേട്ടൻ വിളിച്ചു നോക്കാം. എടാ വിളി സ്പീക്കറിലൂടെ ചേട്ടനെ കരച്ചിൽ കേക്കട്ടെ. ഹലോ, അതല്ലേ ചോദിച്ചത് നിന്റെ അടുത്ത് റോക്കി ആണോ? അപ്പൊ നീ റോക്കി അല്ല റൈഗറാന്ന് പറഞ്ഞൊന്ന്. വലിയ ഡെക്കറേഷൻ ഉണ്ടാ റോക്കി, അത് മതി. നിന്റെ അനിയത്തെ തട്ടിക്കൊണ്ടുപോയത് ഞങ്ങളാ. 10 കോടി റെഡിയാക്കി വെക്കും. 10 കോടി ഇവിടെ കിട്ടണം. ഇല്ല അനിയത്തെ. നോ ബാർബറിംഗ്, നോ കോമ്പൻസേഷൻസ്. 10 കോടി ഇവിടെ മേശ എത്തണം. കയ്യില് 2 കോടിയുള്ളൂ. അപ്പൊ ആ 2 കോടി അനിയത്തിയെ കൊന്നുള്ള ശവസംസ്കാരത്തിന് ഉപയോഗിക്കാം. 2 കോടിക്ക് ഒരു ഡീലുണ്ട്. അനിയത്തിയുടെ ചെവി നാക്കും മാത്രം പാഴ്സലായിട്ട് അവൊന്നും മിണ്ടില്ല. അവൻ എന്താ അയ്യോ ഭാവം ചെറുക്ക് അവൻ എങ്ങനെ ഇങ്ങനെ പെങ്ങളുണ്ടായത്? നമ്മള് കിഡ്നാപ്പേഴ്സാന്ന് പറയോ ചന്ദ്ര? ഒരു ഫ്രണ്ട് എങ്ങനെ പെരുമാറുന്നോ അതുപോലെയാണ് ഈ ഏരിയയിൽ ആരാ വരുന്നുണ്ട്? ഫ്രഷ് ആയിട്ട് വന്ന അവളൊന്ന് കണ്ണൻ ചെയ് പോരാ. ആരാ പറഞ്ഞൂടാ? എവളെ ചേട്ടനായിരിക്കും റോക്കി. എവളെ തൂക്ക്. ഫ്രഷ് ആയിട്ട് വന്ന ചേട്ടനാണോ? ആരെന്ന് പോയി നോക്കാൻ ചന്ദ്രു. ഹലോ, ആരാണ്? ഇതാരാ? ആരാണ്? വണ്ടിക്കകത്ത് ഫ്രഷ് ആയിട്ട് മറ്റേ ഇരിക്കണാട്ടാ. ആര്? ട്രക്കിലുണ്ടായിരുന്നു. ഓ അവനല്ലേ ഇരിക്കുന്ന സൈഡിലെ. ബ്രോ നാച്ചുറൽ ആണോ ബ്രോ? ഇപ്പൊ വരും. അപ്പൊ അത്രയും ചെയ്യണ്ട. അയ്യേ കൊടുത്തിട്ടല്ലോടാ. വരുത്തുമ്പില് കാത്തിരുന്ന പൈതല്. ഓ ഇങ്ങനത്തെ ഫോൺ അത്ര ഫ്രഷ് ആയിട്ട് നാച്ചുറൽ ആയിട്ട് വന്ന എങ്ങനെയാണെന്ന് ഈ സിനാരി എങ്ങനെയാണ് കുട്ടി? അപ്പൊ നമുക്കറിയാം. എന്തായാലും ഒരു സന്തോഷം. റൂട്ടറും കിക്കും ഇവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടല്ലോ. ഹലോ റോക്കി എന്താണ്? ബ്രോ 5 കോടിയുണ്ട്. ഞാൻ എക്സ്ട്രാ 1 കോടി അങ്ങോട്ട് വരാം. 2 പയ്യന്മാര് മെറ്റ് അടിച്ചു തന്നിട്ടുണ്ട്. അമ്മരെ തിരിച്ചു വിളിച്ച് അങ്ങോട്ട് വരാൻ. രണ്ട് പയ്യന്മാരോട് മെറ്റ് അടിച്ചു തന്നിട്ടുണ്ട്. അമ്മരെ തിരിച്ച 1 കോടി എക്സ്ട്രാ ഞാൻ അങ്ങോട്ട് തരാം. 4 കോടി തന്നാ മതി. ശരി, ഞാൻ വിളിക്കാം. എന്തൊക്കെയാണ് ചന്ദ്ര ഇവിടെ നടക്കുന്നത്? ചന്ദ്ര അത്ര ദൂരം ഉണ്ട്. ഈ മുതുകിലാണ് ഇവിടെ കാണാൻ നിർത്തിയേ. കുട്ടി ഫോണാണോ? ഫോൺ തരാം. കുട്ടി ആ തറയിലെ സീഫർ ഇട്ടിട്ടുണ്ട്. അത് സമയം കിട്ടുമ്പോ വായിക്കാതെ വെച്ച് പൊട്ടിക്കാട്ടാ. അത്ര വല്ലാത്ത പ്രശ്നമായിരുന്നു ചന്ദ്ര. ഹേസ്റ്റ് സീനായിരുന്നു കേട്ടോ ഇന്ന്. 5 കോടി. നമ്മളൊന്ന് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ എന്ത് ഹേസ്റ്റ് കൂടെ നടക്കുമെന്ന് മനസ്സിലായല്ല. സാറേ, സാറിനെ പറ്റിയിട്ട് ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അന്ന എന്നുകൊണ്ടൊരു കുട്ടീനെ ഒരു കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇഷ്ടം പോലെ വരെ സെറ്റിൽ ഇഷ്ടം പോലെ ഒരു അണ്ണാനൊക്കെ വിളിക്കുന്നുണ്ട്. വാസുണ്ട്, സരക്കണ്ണ, ഇഷ്ടം പോലെ വരെ. ഏതണ്ണ? സാർ ദിസ് ഫോർ ദ ഇല്ലീഗൽ ഓഫ് ദി കേസ് ഓഫ് ദി മാൻ. പ്ലീസ് ഡിസ്റ്റർബ് us. റെഗുലർ കാല് വെള്ളിയിട്ട് സാറേ വണ്ടി
ഞാൻ ഇറങ്ങാം പറ സാറേ. ചന്ദ്രനെ അങ്ങനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഞാനിവിടുന്ന് പോവില്ലല്ലോ. ഞാൻ കൈ വെക്ക് നൈസായിട്ട്. വണ്ടി തുറന്നാണ്. വണ്ടി അൺലോക്ക് സാറേ, വണ്ടി അൺലോക്ക്. അൺലോക്കാണ്. അനാവശ്യമായിട്ട് ലോക്ക് ചെയ്ത് ഞാൻ കൊല്ലുവേ. ഇനി ഓടിക്ക് ഒരേ സ്ഥലമുള്ളൂ, ഞാൻ പോയ സ്ഥലം. എവിടെ? അന്ന് പോയ സ്ഥലമാണ്, അടിച്ച സ്ഥലമാണ്. അന്ന് പോയ സ്ഥലം. ഹലോ നമ്മളുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ചാളിയാ, പെട്ടെന്ന് വണ്ടിയിൽ കയറും. ഒന്നുമില്ല അന്ത്രു. ആളിയാ അമ്മന്റെ റേഡിയോയില് പറഞ്ഞായിരുന്നു 8156 എന്ന് പറഞ്ഞു. ഏത് റേഡിയോ പറഞ്ഞേ? ഈ പോലീസ് കാറിലുള്ള റേഡിയോയിൽ. നീ ഒരാളോട് കറങ്ങിയിട്ടില്ല വണ്ടി, ഞാൻ ഡ്രസ് ഇട്ട. അല്ല ഡൗട്ട് വെച്ചോട്ടെ, പീടി വണ്ടിയല്ലേ? ഞങ്ങൾ ട്രെയിനീസ് ആണ്. ബ്രോ വിന്റേജ് ബോട്ടിൽ വിൽക്കാനുണ്ടോ ബ്രോ? ഇതിന് എത്ര രൂപ? ഇത് എവിടാ ബ്രോ മേടിക്കാൻ കിട്ടുന്നേ? ബ്രോ വണ്ടി കേട്ടാ ലൊക്കേഷൻ ഒന്ന് മാർക്ക് ചെയ്തോ, അത് മേടിക്കുന്നേ. പതിനൊന്ന് വണ്ടി കയറാൻ ഒരു അവസരം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇത് തൂക്കല്ലേ പീടി വണ്ടി? തൂക്കല്ല ബ്രോ, തൂക്കി ഇപ്പൊ. അതാണ് നീ ഇനി വല്ല അക്രമം കാണിച്ചു കഴിഞ്ഞാൽ നിന്നെ തട്ടും. നമ്മൾ സീനാണ്. ബ്രോ അത് മാർക്ക് മറ്റേ സീ സൈഡ് മാർക്ക് കൊല വില കേട്ടാ. അത് തന്നെ അതോ മേടിച്ച്. ചന്ദ്രു കുത്തി അടിക്കാന്മാരെ ഒരു സെക്കൻഡ് നമ്മൾ ഈ അസോൾട്ടും മറ്റേ പിസ്റ്റൽ അസോൾട്ട് ഉള്ളവനെ അടിച്ചിട്ട് ഒരു കാലമുണ്ട്. കണ്ണാപ്പി എന്ത് സംഭവിച്ചു കേട്ടാ? തോതോ വന്ന് അടുത്ത വന്ന് എന്ത് സംഭവം ചെയ്തിട്ടുള്ളു ഇട്ടില്ല തെളിച്ചുവേ. നിങ്ങളെ പേരിൽ ആദ്യത്തെ കേസല്ലേ? ആദ്യത്തെ ഈ സിറ്റിയിലെ ആദ്യത്തെ കേസാണ്. ഇതിന്റെ ആദ്യത്തെ എവന്റെ ആദ്യത്തെ 10 സിറ്റിയിൽ നമുക്ക് ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. നല്ല കയ്യിലിട്ടല്ലേ? നല്ല കൈൻഡ്രിപ്പിനെ കുറിച്ചൊന്നും പറയല്ലേ. രണ്ടുപേരും മതി ഒറ്റ ഒരു ഗ്യാങ്ങിനെ വൈപ്പ് ചെയ്യാൻ അല്ലേ? ഇപ്പൊ കാണാം, ഇപ്പൊ കാണാം വൈപ്പിംഗ് ഒക്കെ. അപ്പൊ അവന്മാരൊരു ടിഷ്യൂ കൊണ്ട് വൈപ്പ് ചെയ്ത് പോകുന്ന കാണാം. വൈപ്പായി പീടി വണ്ടി തൂക്കണയിൽ 30 ലക്ഷം രൂപ ഫൈൻ, 15 മാസം കമ്മ്യൂണിറ്റി. ബ്രോ നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഒക്കെ കുറെ കണ്ടതാ. ചന്ദ്രു മുതുക്ക് മെയിൻ ക്യാരേജ് മുതുക്കേരിയപ്പോ കാര്യം പറയട്ടെ, തൂക്കിയത് DGPയുടെ വണ്ടിയാണ് കേട്ടോ ഇത്. ആണോ? അതെങ്ങനെ അറിയാം? ഈ വണ്ടി 2 നാട്ട് തൂക്കിയതാണ്. ഓ നീ എന്നോട്ടാണ് മോട്ടിക്കാൻ തുടങ്ങിയത്? കുറച്ചായി. ഇവനെ കണ്ടാറോടെ പാരമ്പര്യമായിട്ട് കള്ളനാ, അച്ഛനപ്പൂപ്പന്മാരായിട്ടേ കള്ളനാ. നീ ഇറങ്ങിക്കോ. വെറുതെ നിന്നെ ഇൻവോൾവ് ചെയ്യുന്നില്ല. അച്ഛനൊക്കെ ചീത്തപ്പേര് ഏൽപ്പിക്കുന്നത്. പോയിട്ടോ ടാറ്റ. വണ്ടിക്കത്തിന്ന് ഭയങ്കര തള്ളവൻ. അവന്റെ അപ്പൂപ്പൻ മറ്റേ പെരുങ്കള്ളങ്ങാണ് സംസാരിക്കുന്നത്. ഓ ഭയങ്കര തള്ള. ചന്ദ്രു ജട്ടിയല്ല ജട്ടി ബിൽഡിംഗ് നിന്നിട്ട് അവര് വരുമ്പോ കീറിയാലാ അറിയാൻ പറ്റും നമുക്ക്. ഇല്ല താഴെയുണ്ട്. അടിക്കല. പോലീസ് ഡൗണേ, ഒരു 2-3 പോലീസ് ഡൗൺ ആയിട്ടില്ല. വണ്ടി ആ 4 പേര് ആ വണ്ടിക്കകത്തുണ്ടെങ്കിൽ ഓൾ ഡൗൺ ആണ്. ഉറപ്പാണോ? ഉറപ്പാ. എത്ര ശവം ഉണ്ടെന്ന് നോക്ക്. എത്ര ശവം എണ്ണിട്ട് ഒന്നേ ഉള്ള. ഒരാൾ ഡൗണായി.
ചന്ദ്രന്റെ പറയാൻ കൊണ്ട് നിർത്തി അവനെ എടുത്തങ്ങ് ഇവിടെ ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങ അത്രേ ഉള്ളു. വണ്ടിയുടെ അവൻ കാഞ്ഞിരിക്കുവായിരുന്നു, അവന്റെ സൈഡ് കാഞ്ഞിരിക്കുവായിരുന്നു. ഈ വണ്ടി കത്തിച്ചാലാ കണ്ണാപ്പി. വാ I am enforcing the army. I'm signing the death warrant of the biggest criminal in India. ചന്ദ്രബാ, ഇനി അവരുടെ അണ്ണാക്കി പോയിട്ട് മാസത്തിന് വണ്ടി മേടിക്കണ്ടേ? വാ. അല്ല, ഞാൻ സൽമാൻ എടക്കുളങ്ങര, ചന്ദ്രു സുലൈമ എടക്കുളങ്ങര, ഇത് സാത്ത എടക്കുളങ്ങര. എക്സ്ക്യൂസ് മീ കുട്ടി, ഞങ്ങൾക്കൊരു വണ്ടി മേടിക്കാൻ വന്നേണേ. 26 കൊണ്ടുവരും. അയ്യോ എനിക്കത് എന്തോ കണ്ടിട്ട് ഇപ്പൊ വണ്ടി കണ്ടിട്ട് എന്തോ മേടിക്കാൻ തോന്നുന്നില്ല. സ്റ്റോക്ക് ഇട്ടോ നിങ്ങള്? അത് വിഷയമില്ല, സ്റ്റോക്ക് ഇട്ടെന്ന് പറഞ്ഞ വിഷയമില്ല. വേറെ ഇത് വണ്ടിയാണ് ബുദ്ധിമുട്ടായോ സ്റ്റോക്ക് ഇട്ടത്? അതൊരു വിഷയമില്ല. ഞാൻ മനപ്പൂർവ്വം മറ്റേ അവിടെ കൊണ്ട് സ്റ്റോക്ക് ഇടിപ്പിച്ച എന്റെ പട്ടി മേടിക്കും ഇവിടുന്ന്. അവളുടെ പൈസ മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി വാങ്ങിക്കടാ ഒരു കാറ്. ഒരു കാർ വേണ്ടി നീ ഇഷ്ടമുള്ള ഞാനേ കാർ എടുത്തിട്ട് വരാം. കുട്ടി, നാരങ്ങ മറ്റേ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല? നമ്മുടെ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കുമ്പോ മറ്റേ ബോക്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല? നമ്മളായാലൊന്നും വിശ്വസിക്കുന്നില്ല. എടാ എവിടെ വണ്ടിയോടെ കാണിക്കേ വണ്ടി ഉണ്ടെന്ന്. അതെ, വന്ന് എടുത്ത് ഇതല്ലേ വണ്ടി? എന്റെ പൊന്നെ. അപ്പൊ ശരി കുട്ടി, ശരി.